പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഇന്ന് ചേരും. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് യോഗം. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കും. ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാനും ഉമ്മൻചാണ്ടി UDF ചെയർമാനായി തുടരാനും നേതാക്കൾ നേരത്തെ ധാരണയിലെത്തിയിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസ് MLA-മാരുടെ യോഗം ഇന്ന് ചേരും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ഷീല ദീക്ഷിത്, ദീപക് ബാബറിയ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പാർലമെന്ററി പാർട്ടി ചേരുന്നത്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. എങ്കിലും കോൺഗ്രസ് MLA-മാരുടെ മനസ്സറിയാൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ MLA-മാരുമായും ആശയവിനിമയം നടത്തും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനം. പ്രതിപക്ഷ നേതാവിനെ ഹൈക്കമാൻഡ് നിശ്ചയിക്കില്ലെന്ന് നേരത്തെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. 22 MLA-മാരിൽ ഭൂരിഭാഗം പേരും I ഗ്രൂപ്പുകാരാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം 3 നേതാക്കൾക്കുമുണ്ടെന്നും പുതിയ നേതൃത്വം വരണമെന്നുമുള്ള അഭിപ്രായവും ശക്തമാണ്. എങ്കിലും നേതാക്കൾ അനൌദ്യോഗിക ധാരണയിലെത്തിയ സാഹചര്യത്തിൽ മറ്റ് നീക്കങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ UDF ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന പദവി രീതി മാറ്റി ഉമ്മൻചാണ്ടിയെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നതാണ് ഇപ്പോഴത്തെ സമവാക്യം. നിയമസഭാ കക്ഷി ഉപനേതാവിനെയും യോഗം തെരഞ്ഞെടുക്കും. A ഗ്രൂപ്പിലെ മുതിർന്ന നേതാവായ KC ജോസഫ് പ്രതിപക്ഷ ഉപനേതാവാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.